ആദർശേട്ടാ, ഈ വസ്ത്രത്തിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട് ആദർശേട്ടാ? അയ്യേ, കൊള്ളില്ല. ദേ, വയലിൽ കൊണ്ടുവന്നേ കോലം കുത്താൻ മാത്രമേ കൊള്ളാവൂ. ആദർശേട്ടാ, എന്താ ആദർശേട്ടാ ഇത്? എല്ലാവരും പറഞ്ഞല്ലോ ഈ വസ്ത്രത്തിൽ എന്നെ കാണാൻ നന്നായിട്ടുണ്ടെന്ന്. അതെ, ഏതെങ്കിലും കണ്ണുപൊട്ടരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സത്യം പറയാലോ, നിന്നെ സാരി ഉടുത്ത് കാണാൻ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ഇതൊന്നും നിനക്ക് കൊള്ളില്ല. നോക്കിക്കോ, ഇനി ആദർശേട്ടന് പാചകമൊന്നും ഞാൻ പറഞ്ഞു തരില്ല. നോക്കിക്കോ. വേണ്ട, നീ എനിക്കിനി ഒന്നും പറഞ്ഞു തരണ്ട. എനിക്കറിയാൻ ചെയ്യാൻ. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ആദർശ് നയനയും വസ്ത്രത്തിൻ്റെ പേരിൽ പിണങ്ങിയിരിക്കുകയാണ്. നല്ല രീതിയിൽ പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ എല്ലാവരും മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരുടെ കണ്ണിലും കണ്ണടയൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്തിന് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവയാനി പറയുകയാണ്, അനാമികയാണ് ശരിക്കും ഫോട്ടോ എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുകയാണ്, അനാമിക മോള് എൻ്റെ ഒപ്പം നിന്നാൽ മതി, മോള് വാ മോളെ എന്നും പറഞ്ഞിട്ട് അടുത്ത് നിർത്തിയിട്ട് നയനയോട് ഫോട്ടോ എടുക്കാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ ഇടപെടുകയാണ്. നവ്യ പറയുകയാണ്, ഇവിടെ ഇത്രയും ആളുകളില്ലേ, എന്തിനാ ഇവള് തന്നെ ഫോട്ടോ എടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? എന്താ ഇവളെടുത്താൽ എന്താ ഒക്കില്ലേ? ഇവളെടുക്കണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നവ്യ പറയണ, ചേച്ചി മിണ്ടാതിരിക്കുക, എനിക്ക് കുഴപ്പമില്ല ചേച്ചി, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ ഫോട്ടോ എടുക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ നയന മനസ്സിൽ പറയുകയാണ്, ഈശ്വര, എന്നാണോ ആവോ എൻ്റെ അമ്മായിയമ്മ എന്നെ ഇനിയെങ്കിലും ഒന്ന് അംഗീകരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയന ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് നയന മനസ്സിൽ വിചാരിക്കുകയാണ്, ഒന്നുമില്ലേലും ഇപ്പം എൻ്റെ കെട്ടിയവൻ എന്നോട് ഇത്തിരിച്ചേക്ക് സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അത് മതി. ഇതൊക്കെ ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ ഒരു രീതിയൊക്കെ മാറുമായിരിക്കും എന്നും പറഞ്ഞിട്ടിങ്ങനെ നയന ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ എല്ലാവർക്കും വലിയ ഇഷ്ടമാവുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, ഈ ഫോട്ടോ എടുപ്പോടുകൂടി ഇന്നൊന്നും കഴിയുന്നില്ല, ഇനി നമുക്ക് ക്യാറ്റ് വാക്ക് നടത്താം എന്ന് പറയുകയാണ്. എന്നിട്ട് അനാമിക പറയുകയാണ്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നടക്കേണ്ടതെന്ന്, എന്നിട്ട് നിങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ നടക്കണം, ഒടുവിൽ ഞാൻ മാർക്കിടും എന്നിങ്ങനെ പറയുകയാണ് അനാമിക. എന്നിട്ട് അനാമിക നന്നായിട്ട് നടന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ പറയുകയാണ്, ഫസ്റ്റ് നടക്കേണ്ടത് മുത്തശ്ശി നടക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിയോട്, അയ്യോ മോളെ, എന്നെ കൊണ്ടൊന്നും വയ്യ, അയ്യോ ഞാനിതൊന്നും ചെയ്യില്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നയന പറയണ, മുത്തശ്ശി എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ മുത്തശ്ശി, മുത്തശ്ശി ഒന്ന് നടന്ന് കാണിക്കുക പ്ലീസ് മുത്തശ്ശി എന്ന് പറയണ. ഇതിപ്പോൾ പുറത്തുനിന്നൊന്നും ആരും ഇല്ലല്ലോ കാണാൻ, നമ്മളൊക്കെ അല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശിയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ക്യാറ്റ് വാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ദേവയാനി ചെയ്യുകയാണ്. ദേവയാനിക്ക് ശേഷം ജലജ ചെയ്യുകയാണ്. ജലജയ്ക്ക് ശേഷം നമ്മുടെ കനക ചെയ്യുകയാണ്. കനക ചെയ്തതിന് ശേഷം നവ്യ, പിന്നെ അതിനുശേഷം ഏറ്റവും ഒടുവിൽ നമ്മുടെ നയന ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും, ഇതിൻ്റെ ഇടയ്ക്ക് ജാനകിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ക്യാറ്റ് വാക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ അനാമിക പറയുകയാണ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ വല്യമ്മയാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്ന് വെച്ചാൽ ദേവയാനിയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത് എന്നാണ് നമ്മുടെ അനാമിക പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യയ്ക്ക് വിറച്ച് കയറുകയാണ്. നവ്യ പറയുകയാണ്, നമ്മുടെ നയനയോട് പറയണ, നയനെ ദേ അവൾ കാണിച്ചതുണ്ടല്ലോ, കള്ളക്കളിയാണ് കാണിച്ചത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നയനെ, എൻ്റെ കാര്യം പോട്ടെ, പക്ഷേ ഏറ്റവും നന്നായിട്ട് ചെയ്തത് നീയായിരുന്നു നയനെ. നിനക്ക് തരാതെ മനഃപൂർവ്വം അവർക്ക് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവരെ സോപ്പിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എന്ന് പറയണം. അപ്പോൾ ഉടനെ നയന പറയണം, പോട്ട് ചേച്ചി, ഇതൊന്നും വലിയ കാര്യമൊന്നും ആക്കണ്ട, ഇനി നമ്മളായിട്ട് ഇന്നത്തെ സന്തോഷമൊന്നും കളയണ്ട, അതുകൊണ്ട് ചേച്ചി ഇതൊന്നും കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ഉണ്ടല്ലോ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അതേസമയം പാചക സ്ഥലത്ത് എല്ലാവരും പാചകത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കണേ, എടാ മോനെ ഇന്ന് വല്ലതും നടക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ആദർശ് പറയണം, മുത്തശ്ശൻ നോക്കിക്കോ, ഇപ്പോൾ അടിപൊളിയായിട്ട് ഇപ്പോൾ എല്ലാം സെറ്റായിട്ട് വരും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അതേ സമയത്ത് പാചകം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ
അവർ നോക്കുമ്പോഴത്തേക്ക് അനി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങളെല്ലാം കൂടി അവിടെ നിൽക്കുന്നത് കാണാണ്. അനി ഉടനെ ചെന്ന് ആദർശിനെ എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാവരും അതായത് മേക്കപ്പൊക്കെ ചെയ്ത് എല്ലാവരും വന്നിട്ടുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇതേപോലെയുള്ള മോഡൽ ഡ്രസ്സ് ഇട്ട്, അതായത് നമ്മുടെ കനകയൊക്കെ ആണെങ്കിൽ മുട്ടിൻ്റെ അത്രയുള്ളൊരു ഷോർട്ട് ടോപ്പാണ് നമ്മുടെ കനക ഇട്ടിരിക്കുന്നത്. അതേസമയം ഗൗണാണ് നമ്മുടെ ദേവയാനി, അതുപോലെ തന്നെ നമ്മുടെ ജലജയൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും വളരെ വ്യത്യസ്തമായിട്ട് അവർ സാധാരണ ധരിക്കാത്ത തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാവുകയാണ്. മാത്രമല്ല കണ്ണാടി എല്ലാവരുടെ കണ്ണിലും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുകയാണ്, നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം, എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയുകയാണ്. ഇതുപോലെ ഇത്രയും നല്ല വേഷത്തിൽ, ഇതുപോലെ ഈ വേഷത്തിലേക്ക് ഒരുങ്ങിയിട്ട് നിങ്ങളെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതൊക്കെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന മുഹൂർത്തമാണ്. അതുകൊണ്ട് എല്ലാവരോടും നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, എല്ലാവരും നിൽക്കി, ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സൈഡിൽ അത്രയും സ്ത്രീകൾ, ഈ വശത്തു നിന്ന് അത്രയും പുരുഷന്മാർ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പാചകത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. പാചകമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മുടെ ദേവയാനിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദർശ് പറയണ, നോക്കിക്കോ അമ്മേ, നിങ്ങളൊക്കെ ഞെട്ടും, നളപാചകമൊന്നും കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്, അടിപൊളിയായിരിക്കും, നിങ്ങൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ സൂപ്പറായിരിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ ദേവയാനി പറയണ, ഭയങ്കരമായിട്ട് സൂപ്പർ ആയില്ലെങ്കിലുവേ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് 10 ദിവസം വയ്യാതായാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു വിശ്വാസമെങ്കിലും കിട്ടണം, ആ ഒരു ഉറപ്പെങ്കിലും കിട്ടണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ആദർശ് പറയണം, അത് ഞാൻ ഗ്യാരണ്ടി, ഒരു പ്രശ്നമല്ല, ഭക്ഷണമൊക്കെ സെറ്റായിട്ടിരിക്കും. ഞങ്ങൾ പുറത്ത് പോയി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം ചൂടോടുകൂടി തന്നെ കിട്ടണം എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നയന പറയണം, പാചകോടി മാത്രമേ നടക്കുന്നുള്ളൂ, പാചകമൊന്നും നടക്കുന്നില്ല എന്നിങ്ങനെ നയന പറയണം. അപ്പോൾ ഉടനെ ദേവയാനി ചോദിക്കണം, നീ എന്താടി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കണം. അപ്പോൾ നയന പറയണേ, ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. നമ്മുടെ നയന സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശ് പിന്നാലെ പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജലജ പറയണേ, നോക്കേട്ടെത്തി, നോക്ക്, അവൻ്റെ ഭാര്യ അങ്ങോട്ട് പോയതേ ഉള്ളൂ, അവൻ പിന്നാലെ പോയത് എന്തിനാണെന്ന് അറിയാമോ, അവളുടെ വസ്ത്രത്തെക്കുറിച്ചും അവളുടെ മേക്കപ്പിനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടേ അവളെ പുകഴ്ത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയണം, പെങ്കോന്തൻ എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയണം, എടി ജലജെ, അവൻ്റെ ഭാര്യയുടെ പുറകെ പോയതിന് എന്താ ഇവിടെ തെറ്റ്? അതിലെന്താ നിനക്ക് ഇത്ര തെറ്റ് കാണാനായിട്ടുള്ളത്? നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇത് നീ മാറ്റണം. പിന്നെ നിൻ്റെ ഈ കുഴിഞ്ഞ സ്വഭാവം കൊണ്ട് തന്നെയാണ് നിനക്ക് കൂടെ ഒരാൾ ഇല്ലാതായി പോയത് എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അവൻ്റെ ഭാര്യയുടെ അടുത്തല്ലേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ജലജ ആകെ നാണം കെടുകയാണ്. അനാമിക ഇങ്ങനെ അന്നം വിട്ടിരിക്കുകയാണ്. എന്താണ്, വലിയ കുടുംബമാണ്, വലിയ ഫാമിലിയാണ്, പക്ഷേ എല്ലാവരും തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയ ഫൈറ്റാണല്ലോ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അനാമിക. അതേസമയത്ത് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നയന ചോദിക്കുകയാണ്, ആദർശേട്ടാ എങ്ങനെയുണ്ട് എന്നെ ഈ ഡ്രസ്സിൽ കാണാനായിട്ട്, ലുക്കായിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ആദർശ് ഇങ്ങനെ നോക്കിയിട്ട്, അയ്യേ, സത്യം പറയാമല്ലോ നയനെ, നിന്നെ ഈ വേഷത്തിൽ കണ്ടാലുണ്ടല്ലോ വയലിൽ കൊണ്ടുവന്ന് വെക്കാൻ കൊള്ളാം കോലത്തിന് പകരമായിട്ട്. എന്താ ആദർശേട്ടാ ഇങ്ങനെ പറയുന്നത്? നന്നായിട്ടുണ്ടല്ലോ ആദർശേട്ടാ. ആര് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്? വകയ്ക്ക് കൊള്ളില്ല, എന്ത് വേഷമായത്, കൊള്ളേയില്ല നിന്നെ കാണാനായിട്ട്. ആദർശേട്ടാ, ആരാ പറഞ്ഞത് കൊള്ളില്ലെന്ന്? അവിടെ എല്ലാവരും പറഞ്ഞു എന്നെ കാണാനായിട്ട് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, ഒരുങ്ങിയാർക്ക് സൂപ്പറായിട്ടുണ്ട്, ഈ വസ്ത്രത്തിൽ ഞാൻ അടിപൊളിയായിട്ടുണ്ടെന്ന്. നയനേ, ആ പറഞ്ഞോർക്കേ കണ്ണ് കാണൂല ശരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലുവേ എനിക്ക് ഇതുപോലുള്ള വേഷത്തിൽ നിന്ന് നിന്നെ കാണാൻ ഇഷ്ടമല്ല. എനിക്ക് സാരി ഉടുത്ത് നിന്നെ കാണുന്നതാണ് ഇഷ്ടം, അല്ലാതെ ഇതൊരുമാതിരി എന്താ ഇത് എന്നും പറഞ്ഞിട്ട് ആദർശ് നന്നായിട്ട് വിമർശിക്കുകയാണ് നയനെ. അപ്പോൾ നയന പറയണം, ആദർശേട്ടാ, എന്നെ ഇപ്പം ആദർശേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. കുറെ നേരത്തെ മോളെ എന്ന് പറഞ്ഞല്ലേ ആദർശേട്ടൻ പിറകെ നടന്നത്, പാചകം അറിഞ്ഞൂടാത്തത് കൊണ്ട്. ഇപ്പം ഏകദേശം എല്ലാം ഒതുങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വീണ്ടും പഴയ രീതിയിലാണോ ആദർശേട്ടൻ പെരുമാറുന്നത്? അപ്പോൾ ആദർശേട്ടനെ, എടി എനിക്ക് പാചകമൊക്കെ നന്നായിട്ട് അറിയാം, പിന്നെ ഞാൻ നിന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാലേ എനിക്ക് ചില ഡൗട്ടുകളുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ നീ പറയുന്ന കേട്ടിട്ടാണ് ഞാൻ പാചകം ചെയ്തതെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ആഹാ, അപ്പോൾ കൊള്ളാമല്ലോ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്?
ഞാൻ പറഞ്ഞു തന്നത് മുഴുവനും അതുപോലെ പകർത്തിയിട്ട് ഇപ്പോൾ പറയുന്നു സ്വന്തമായിട്ടാണ് ചെയ്തത്, അപ്പോൾ സംശയം തീർക്കാനാണ് എന്നെ വിളിച്ചതെന്ന് അല്ലേ? മനുഷ്യ, നിങ്ങൾ ആദ്യം ഒരു കാര്യം ഓർമ്മിച്ചോ, നിങ്ങൾ പാചകം ഒന്നും ആയിട്ടില്ല, പകുതി കൂടി ആയിട്ടില്ല, ഇനി ബാക്കി അവിടെ അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഒന്നും പറഞ്ഞു തരില്ല, നോക്കിക്കോ. അപ്പോൾ ആദർശ് പറയണത്, നീ എനിക്കിനി ഒന്നും പറഞ്ഞു തരണ്ട കേട്ടോ, നീ ഇനി ഒന്നും പറഞ്ഞു തരണ്ട, നിൻ്റെ എനിക്കൊരു സഹായവും വേണ്ടല്ലോ, വേണ്ട. ഇനി ആദർശേട്ടന് ഞാൻ ഒന്നും പറഞ്ഞു തരില്ല. ഇനി ആദർശേട്ടൻ എങ്ങനെ വേണേലും വെച്ച് കളഞ്ഞോ, എന്നെ ഇനി വിളിക്കുകയും ചെയ്യണ്ട, വിളിച്ചാലും ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞിട്ട് നയന കലിപ്പിൽ അകത്തേക്ക് പോവുകയാണ്. പോയി കഴിയുമ്പോൾ ആദർശ് വിചാരിക്കുകയാണ്, അങ്ങനെ പറയണ്ടേയിരുന്നു, എന്തായാലും പാചകമൊന്നും ആയിട്ടില്ല, ഇനി അവൾ പറഞ്ഞു തരാതിരിക്കുമോ? അവളടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി അവളോട് ചോദിക്കാനും പറ്റില്ലല്ലോ. ഇതാണ് എൻ്റെ കുഴപ്പം. ഇതാണ് എൻ്റെ കിരണും പറഞ്ഞിട്ടുള്ളത്, നീ ഇങ്ങനെ എടുത്തു ചാടി പെരുമാറരുതേ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പം പ്രായശ്ചിത്തം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീടെന്ന് വെച്ചാൽ എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയുകയാണ്, നിങ്ങൾ പോകുന്ന സമയത്തിന് ഞാൻ നിങ്ങൾക്ക് ഒപ്പം വരില്ല കേട്ടോ. അതെന്താ? ഇതിൻ്റെ മുത്തശ്ശി പറയണ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കനകെ, നീ ഈ കുടുംബത്തിൻ്റെ രണ്ട് മരുമക്കളുടെ അമ്മയാണ്, നമുക്കൊപ്പം കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഷോപ്പിങ്ങിൽ നീയും പങ്കെടുത്തേ പറ്റൂ, നിനക്ക് അതിനുള്ള അർഹതയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കനക പറയണ, അയ്യോ അമ്മേ, അങ്ങനെയൊന്നുമല്ല, അതുകൊണ്ടല്ല, ഞാൻ പോകുന്ന വഴിക്ക് എന്നെ എൻ്റെ വീട്ടിലങ്ങ് വിട്ടാൽ മതി. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശി പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി നന്ദാവനത്തിൽ ഇറങ്ങാം എന്ന് പറയണം. അപ്പോൾ ദേവയാനി പറയണ, അതൊന്നും വേണ്ടമ്മേ, അങ്ങനെ നമ്മൾ പോയാലേ ഒരുപാട് താമസിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കനക പറയണ, അമ്മേ എന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് ആക്കിയാൽ മതി, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് തോനെ നാളായില്ലേ, പിന്നെ നന്ദൂട്ടനെയും ഗോവിന്ദേട്ടനെയും കൂടി എനിക്കൊന്ന് കാണാൻ വേണം. പിന്നെ ഒന്നാമത് പറയുകയാണെങ്കിൽ ഈ വേഷത്തിലൊന്നും അവരാരും എന്നെ കണ്ടിട്ടില്ല, ഞാനിങ്ങനത്തെ വേഷങ്ങളൊന്നും ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ വേഷത്തിൽ ചെന്നിട്ട് എനിക്ക് ഗോവിന്ദേട്ടനെയും മോളെ ഒന്ന് ഞെട്ടിക്കണം, അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ നാളെ തന്നെ വേണമെങ്കിൽ ഇങ്ങ് തിരിച്ച് വന്നേക്കാം എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയണം, അങ്ങനെയാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവാണ് നമ്മുടെ കനകയ്ക്ക്. പിന്നീടെന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ അനിയും ആദർശും എല്ലാവരും ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണ്. അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എടാ ആദർശേ, ഇപ്പോൾ നിനക്ക് നേരത്തെ കണ്ട അത്രയും ചുറുചുറുക്കൊന്നും ഇല്ലല്ലോ പാചകം ചെയ്യാൻ, നീ നേരത്തെ ഓടി നടന്നാണല്ലോ ഓരോന്ന് ചെയ്തത്, ഇപ്പം എന്താടാ നീ ഇങ്ങനെ ഒരുമാതിരി പെട്ടെന്ന് സ്ലോ ആയിപ്പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, മുത്തശ്ശൻ ഞാനങ്ങനെ സ്ലോ ആയതൊന്നുമല്ല, ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം എന്താണ് പറയുന്നത്, നേരത്തെ നമ്മുടെ കനക ഓരോരോ നിർദ്ദേശങ്ങൾ ഫോൺ വഴി നമ്മുടെ ആദർശിന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കനകയല്ല, നമ്മുടെ നയന, ഇപ്പോൾ നയനയുടെ ഭാഗത്ത് നിന്ന് ഒന്നുമില്ല ഇങ്ങോട്ട് തിരിച്ച്. അപ്പോൾ അതുകൊണ്ട് ആദർശിന് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ആ ഒരു ഇതിൽ നിൽക്കുകയാണ് നമ്മുടെ ആദർശ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ കനകം നന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നന്ദാവനത്തിലേക്ക് നമ്മുടെ കനക ചെല്ലുമ്പോഴത്തേക്ക് കനകയെ കാണുമ്പോഴത്തേക്ക് ഗോവിന്ദൻ വന്ന് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കനകയെ കണ്ടിട്ട് പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ല, കണ്ണാടിയൊക്കെ ഉണ്ട് കണ്ണിൽ, കറുത്ത ഷോർട്ട് ടോപ്പാണ് ഇട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ പുള്ളിക്കാരത്തി കുഞ്ഞു കൈയൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് പുള്ളിയെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഗോവിന്ദന്. ഗോവിന്ദൻ ചോദിക്കുകയാണ്, നിങ്ങളാരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കനക ഇങ്ങനെ നോക്കിയിട്ട്, ഗോവിന്ദേട്ടാ ഞാനാ കനകം, എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? കനകയോ ഇതോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം പെട്ടെന്ന് കണ്ണാടി ഇങ്ങനെ എടുത്ത് മാറ്റിയാണ്. എന്നിട്ടാണ് ഗോവിന്ദേട്ടാ ഇപ്പം പറ ഞാനില്ലേ എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ ഇങ്ങനെ നോക്കിയിട്ട്, കനകെ നീ എന്താ ഈ വേഷത്തിൽ? അയ്യേ എന്താ ഇത്, ഇങ്ങനെ ഒരു വേഷത്തിൽ നീ ഇപ്പോൾ നിൻ്റെ മക്കളെക്കാളും ചെറുപ്പമായല്ലോ എന്നിങ്ങനെ പറയണ. അത് ഗോവിന്ദേട്ടാ, ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ പോവുകയാണെങ്കിൽ നീ അനന്തപുരിയിൽ കുറേ ദിവസവും കൂടി നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ കോലം തന്നെ മാറിപ്പോവല്ലോ കനകെ, ഇതെന്തൊരു കോലാ ഇത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ കനക പറയണേ, എൻ്റെ ഗോവിന്ദേട്ടാ അവിടെ ഉണ്ടല്ലോ ഇപ്പോൾ
ഇന്നൊരു പ്രത്യേക ദിവസമായിരുന്നു. അവിടുത്തെ മുത്തച്ഛൻ്റെ ഓരോരോ കാര്യങ്ങൾ. മുത്തച്ഛൻ പറഞ്ഞേ, ഇന്നത്തെ ദിവസം പെണ്ണുങ്ങൾ ആരും അടുക്കളയിൽ കയറണ്ട, ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വേവിച്ച് വിളമ്പി തരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്തിന് ഇന്ന് നമ്മൾ പെണ്ണുങ്ങളെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് മുത്തച്ഛൻ ഏർപ്പാടാക്കി കുറേ ബ്യൂട്ടീഷ്യനൊക്കെ അവിടെ വന്നു. അങ്ങനെ ബ്യൂട്ടീഷ്യൻ വന്നിട്ട് എല്ലാവരെയും ഒരുക്കി. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഒരുക്കി ഇതുപോലെ വസ്ത്രമൊക്കെ ധരിപ്പിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇങ്ങ് വരാമെന്ന് വിചാരിച്ചു. കാരണം ഗോവിന്ദേട്ടനും മോളും ഒന്നും എന്നെ ഈ വേഷത്തിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇന്ന് എല്ലാവരും കൂടി ചേർന്ന് കല്യാണത്തിൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. എന്നെ വിളിച്ചതായിരുന്നു, പക്ഷേ ഞാൻ പോയില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി. എന്തായാലും ഞാൻ ഇനി കുറേ ദിവസം ഇവിടെ ഉണ്ടാവും. സന്തോഷം തന്നെയാണ് കനകെ. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നന്ദു ഇങ്ങോട്ട് വരികയാണ്. നന്ദു വയ്ക്കണം, അയ്യേ അമ്മ ചെറുപ്പമായിപ്പോയല്ലോ. കൊള്ളാം അമ്മേ, ഇത് കൊള്ളാലോ നന്ദു കൂട്ടാ. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷങ്ങൾ? അവിടെയൊക്കെ നല്ല വിശേഷമാണ് മോളെ. പിന്നെ കല്യാണമൊക്കെ എല്ലായിടത്തും പറഞ്ഞൊക്കെ തുടങ്ങി. പിന്നെ കല്യാണത്തിൻ്റേതായിട്ടുള്ള സന്തോഷം അവിടെ എല്ലാവർക്കും. പിന്നെ എനിക്കിപ്പം മുമ്പത്തേക്കാളൊക്കെ നല്ല മാറ്റമുണ്ട്. നയന അവനെ ഉപദേശിച്ച് ഇപ്പം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ മറന്നു തുടങ്ങി. ഇപ്പം അനാമികയുടെ നല്ല സ്നേഹത്തിലും കാര്യത്തിലും ഒക്കെയാണ് പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ നന്ദുവിന് വിഷമാവുകയാണ്. നന്ദുവിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയണം, മോളെ നന്ദുട്ട, ഇനി കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും മോള് ഓർക്കണ്ട. എന്തായാലും അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. കല്യാണത്തിന് 2 ദിവസം മുമ്പ് മോള് വരണം. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കഴിവതും അവരെ കാണാനായിട്ട് ശ്രമിക്കണ്ട. കാരണം അനാമികയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവമാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഒരു കല്ലുകടിയായിട്ട് മോൾ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനക ഉപദേശിക്കുകയാണ് മോളെ. അതിനുശേഷം നന്ദു വല്ലാതാവുകയാണ്. നന്ദുവിൻ്റെ കണ്ണൊക്കെ നിറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കനക ചെന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് കനക മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ അത് കണ്ടിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദൻ പറയാണ്, അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറയുകയാണ്, കനകെ നമ്മുടെ മോക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, കാര്യമൊക്കെ പറഞ്ഞാൽ മോക്ക് മനസ്സിലാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കനക പറയണം, മോളെ വിവാഹം കഴിഞ്ഞാലും അനിയെ കഴിവതും കാണാതിരിക്കാൻ ശ്രമിക്കണം. അത് മറ്റൊന്നും കൊണ്ടുമല്ല, കാരണം അനാമിക അതിൻ്റെ പേരിൽ അവിടെ ഒരു യുദ്ധം ഇനി ഉണ്ടാക്കാൻ ഇടവരുത്തരുത്. നീ മൂലം ഇനി അവിടുത്തെ ആരും വേദനിക്കാൻ ഇടവരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ്. അതേസമയം അടുക്കളയിൽ ആദർശിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് പുള്ളിക്കാരന് അറിയാൻ പറ്റുന്നില്ല. കാരണം ആദർശ് വന്നിട്ട് സാമ്പാർ ചെറിയൊരു കുഞ്ഞൊരു ഇരുമ്പിച്ചട്ടിയിൽ സാമ്പാറാണ് കേട്ടോ, ഇളക്കുന്നുണ്ട്. കഷ്ണമൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് പുള്ളിക്കാരൻ ഇളക്കി നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളിക്ക് എന്തിനാണ് അത് ചേർക്കേണ്ടതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ആദർശ് ഓർക്കുകയാണ്, ഈ സാമ്പാറിൽ എന്തൊക്കെയാണ് ഇടുന്നത്? ഇതിപ്പോൾ ഇനിയിപ്പോൾ നയനയോട് ചോദിക്കാനും വയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആലോചിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനി ചോദിക്കുകയാണ്, ചേട്ടാ ആദർശേട്ടാ, അവിയലിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? എടാ പിന്നെ അത് അവിയലിൽ ചേർക്കേണ്ട സാധനമൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. എന്താ ചേട്ടനിപ്പോൾ ഒരു ചുണയില്ലാത്തത്? നേരത്തെ വരെ എന്ത് സ്പീഡിലായിരുന്നു ചേട്ടൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്, ഇപ്പം എന്താ സ്പീഡൊക്കെ എങ്ങോട്ട് പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും ചോദിക്കുകയാണ്, എടാ ആദർശ്, നീ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എൻ്റെ മുത്തശ്ശ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരും എന്നോട് വാചകം അടിക്കരുത്. മുത്തശ്ശൻ മിണ്ടാതെ നിൽക്കേ, എനിക്കറിയാം എന്ത് വേണം എങ്ങനെ വേണമെന്ന്. എന്നിട്ട് ആദർശ് ഓർക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവിയലിൽ ഇനിയിപ്പോൾ തേങ്ങ എന്തായാലും ഉറപ്പായിട്ടും അവിയലിൽ ചേർക്കും. പിന്നീട് എന്താ, വെളുത്തുള്ളി ചേർക്കും. എടാ അനി, വെളുത്തുള്ളി പോയി വൃത്തിയാക്കി വൈ. അപ്പോൾ ഉടനെ അനി പറയണേ, എൻ്റെ ആദർശേട്ടാ, വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി, അത് പറ്റൂല. അവൻ വൃത്തിയാക്കിയാലും എനിക്കതിലൊരു ആത്മസംതൃപ്തി ഇല്ല. അതുകൊണ്ട് ഒന്നും കൂടി വെളുത്തുള്ളി വൃത്തിയാക്കണം. കാരണം പുള്ളിക്കാരന് അറിയാൻ വയ്യ ജോലി എന്ത് ചെയ്യണമെന്നൊക്കെ, ഒന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് വലിയ ആളാവണ്ടേ. അപ്പോഴുടനെ അനി പറയാണ്, വെളുത്തുള്ളിക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ വൃത്തിയാക്കി തരാം എന്നിങ്ങനെ പറയുകയാണ്. ആദർശമായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജയൻ പറയണേ, എടാ മോനെ, ഇനിയും നമ്മളിങ്ങനെ സ്ലോ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, പെണ്ണുങ്ങൾ പോയി ഷോപ്പിങ്ങും കഴിഞ്ഞ് പറയുന്ന വേഗത്തിൽ ഇങ്ങെത്തും. അപ്പോഴും ആഹാരമൊന്നും ആയില്ലെങ്കിലുണ്ടല്ലോ ആകെ നാണം കെടുവേ. എന്നാൽ നമ്മൾ അവരോട് പുറത്തു നിന്ന് കഴിക്കാൻ പറഞ്ഞെങ്കിൽ അവർ കഴിച്ചിട്ട് വന്നേനെ. പക്ഷേ ഇന്നത്തെ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട്
കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ നല്ല വിശപ്പോടു കൂടിയായിരിക്കും വരുന്നത്, അപ്പം നല്ല ഭക്ഷണം വിളമ്പണം എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് നിനക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞ് എല്ലാം നീ അങ്ങ് ഏറ്റെടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഉള്ള രീതിയിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ പെണ്ണുങ്ങളാണെങ്കിൽ ആവശ്യപ്പെട്ടത് ചോറും കറിയാണ് ഉച്ചയ്ക്ക്. അതല്ലായിരുന്നു എങ്കിലുണ്ടല്ലോ നമുക്ക് ഇനി പിന്നീട് കുറച്ച് കഞ്ഞി വെച്ചിട്ട് ചമ്മന്തി അരച്ച് കൊടുക്കാമായിരുന്നു എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയണം, പെണ്ണുങ്ങൾ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അതിലൊന്നും ഒരു പരാതിയും ഇല്ല. ഇനി ഈ പെണ്ണുങ്ങൾക്കൊണ്ടല്ലേ അവർ ഷോപ്പിങ്ങും കഴിഞ്ഞ് വരുമ്പോൾ നല്ലതുപോലെ ഇത്തിരി ചോറും കൂട്ടാനും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ നമ്മളെ കഞ്ഞി വെറുതെ കഞ്ഞി എന്നുള്ള പേര് വെക്കേണ്ടി വരും എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ജയൻ പറയുകയാണ്, അതേ അച്ഛാ, അവർക്ക് നല്ലതുപോലെ ചോറും കൂട്ടാനും വെച്ച് കൊടുത്തില്ലെങ്കിലേ അവർ നമ്മളെ പിന്നെ ഒരു കഞ്ഞിയായിട്ടേ കാണുള്ളൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയണേ, എടാ അത് വെറും കഞ്ഞിയല്ലടാ, പഴങ്കഞ്ഞിയായിട്ടേ നമ്മളെ കാണത്തുള്ളൂ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. ആദർശ് പെട്ടിങ്ങനെ നിൽക്കുകയാണ്. ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും നയനെ കയ്യിലെടുക്കണം, അതിനെ മാറി നിന്ന് ഫോൺ വിളിക്കുക മാത്രമേ ഉള്ളൂ അതിന് പറ്റുന്ന ഏക മാർഗം എന്നൊക്കെ ചിന്തിച്ച് ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നാളെ ഇനി പാചകം എങ്ങനെയായിരിക്കും, വാചകം മാത്രമേ ഉള്ളൂ നയന പറഞ്ഞതുപോലെ. അതേസമയം ആദർശ് നന്നായിട്ട് കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുത്തോ, അതേസമയം ചളകുളമായിട്ട് എല്ലാ എണ്ണവും വാഷ്റൂമിലായിരുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റിവ്യൂ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.